CIET NCERT അവതരിപ്പിക്കുന്ന പരിപാടി നദി രക്ഷപ്പെട്ടു. ശ്രിയ ഒരു ചെറിയ ഗ്രാമത്തിലാണ് താമസിച്ചിരുന്നത്. ഗ്രാമത്തിലൂടെ ഒരു നദി ഒഴുകുന്നുണ്ടായിരുന്നു. അതിന്റെ തീരത്ത് അവൾ പലപ്പോഴും തന്റെ സുഹൃത്തുക്കളോടൊപ്പം കളിച്ചും മീൻ പിടിച്ചും സമയം ചെലവഴിക്കുമായിരുന്നു. ഒരു ദിവസം നദിക്കരയിൽ കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ ശ്രിയ നദിയിൽ എന്തോ വിചിത്രമായത് കണ്ടു. അച്ഛാ, എന്താണ് ഈ നദിയിൽ ഒഴുകിക്കൊണ്ടിരിക്കുന്നത്? ഫാക്ടറികൾ അവരുടെ മാലിന്യം നദിയിൽ ഒഴുക്കിവിടുന്നതാണ്. എന്ത് മാലിന്യം? ബാക്കി വരുന്ന ഉപയോഗപ്പെടാത്ത വസ്തുക്കൾ ഫാക്ടറികൾ നദിയിലേക്ക് ഒഴുക്കിവിടുന്നു. ഓ, ഇതുമൂലം വെള്ളം മലിനമാകുന്നതോടൊപ്പം തന്നെ നദിയിൽ വളരുന്ന മത്സ്യങ്ങൾക്കും മറ്റ് ജീവികൾക്കും ജീവിക്കാനും ബുദ്ധിമുട്ടായിത്തീരുന്നു. മാത്രമല്ല, ഈ വെള്ളം കുടിക്കുന്നത് മൂലം ആളുകൾ രോഗബാധിതരുമാകുന്നു. എങ്കിൽ നമുക്ക് ഫാക്ടറിക്കാരോട് പറയാം, അവർ തങ്ങളുടെ മാലിന്യം നദിയിൽ ഇടരുതെന്ന്. അവർ നമ്മളെ എന്തിനു കേൾക്കണം മോളെ? പക്ഷേ അച്ഛാ, ഇപ്രകാരം നമ്മുടെ നദി കൂടുതൽ മലിനമായി തീരും. ഞാൻ രക്ഷിക്കും നമ്മുടെ നദിയെ. നമ്മൾ നദീജലം മലിനമാകുന്നതിൽ നിന്ന് രക്ഷിക്കേണ്ടതുണ്ട്. ഇല്ലെങ്കിൽ മത്സ്യങ്ങളെല്ലാം ചത്തുപോകും. മാത്രമല്ല, നമുക്ക് എല്ലാവർക്കും രോഗം ബാധിക്കുകയും ചെയ്യും. പക്ഷേ നമുക്ക് എന്ത് ചെയ്യാനൊക്കും? നമുക്ക് ഗ്രാമത്തിലെ എല്ലാവരോടും സംസാരിച്ച് അവരുടെ സഹായം തേടാം. ആ, വരൂ, എല്ലാവരോടും സംസാരിക്കാം. ആ, ആരാണ്? ഞാൻ ശ്രീയ. നദീജലം വല്ലാതെ മലിനമായി കൊണ്ടിരിക്കുകയാണ്. അതിന് ഇതിൽ എനിക്കെന്ത് ചെയ്യാനൊക്കും? ഒരു തവണ ഞങ്ങൾ പറയുന്നതെന്ന് കേൾക്കൂ. ഒരാള് പോലും ഞങ്ങൾ പറയുന്നത് കേട്ടില്ല. ഇനി നമ്മൾ എന്ത് ചെയ്യും? എനിക്ക് നദി മലിനമാകുന്നത് നോക്കി നിൽക്കാനാവില്ല. ഞാൻ തീർച്ചയായും എന്തെങ്കിലും ചെയ്യും. ഓർമ്മ വന്നു, ചേച്ചി പറഞ്ഞിരുന്നു കത്തെഴുതുന്നതിലൂടെ മാറ്റം വരുമെന്ന്. മുഖ്യമന്ത്രി സർ, ഗ്രാമത്തിൽ നിലവിലുള്ള ഫാക്ടറിയിൽ നിന്നുള്ള മാലിന്യം മൂലം നദിയിലെ വെള്ളം മലിനമാവുകയാണ്. ഞങ്ങൾ എല്ലാവരും നദീജലത്തെ ആശ്രയിക്കുന്നവരാണ്. പിന്നെ ഈ മലിനജലം കാരണം ഞങ്ങളുടെ ഗ്രാമം ബുദ്ധിമുട്ടുകൾ നേരിടുകയാണ്. താങ്കളോടുള്ള അപേക്ഷയാണ്, ഞങ്ങളുടെ നദിയെ രക്ഷിക്കാൻ ഞങ്ങളെ സഹായിക്കണം. നന്ദി. ഈ കത്ത് തീർച്ചയായും മാറ്റം കൊണ്ടുവരുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ക്രമേണ ഗ്രാമത്തിലെ പലരും രോഗബാധിതരാകാൻ തുടങ്ങി. ചേട്ടാ, എനിക്ക് പനിക്കും ജലദോഷത്തിനുമുള്ള മരുന്ന് തരൂ. രചന മോളെ, വീട്ടിൽ ആർക്കാണ് അസുഖം? നമസ്കാരം അമ്മാവാ. നമസ്കാരം. ഋഷഭിന് സുഖമില്ല. അവൻ എന്തെങ്കിലും തെറ്റായി കഴിച്ചോ? ഇല്ല അമ്മാവാ, ഡോക്ടർ പറഞ്ഞത് ഇതെല്ലാം മലിനജലം കുടിച്ചത് മൂലം സംഭവിച്ചതാണെന്നാ. അതെയോ? നിങ്ങൾക്കറിയാമോ, കഴിഞ്ഞ കുറെ ദിവസങ്ങളായി ഗ്രാമത്തിലെ നിരവധി ആളുകൾക്ക് ഈ മലിനജലം കുടിച്ചത് മൂലം അസുഖം വന്നിട്ടുണ്ട്. നമ്മൾ നേരത്തെ തന്നെ ശ്രേയ പറഞ്ഞത് കേൾക്കണമായിരുന്നു. ഇനിയും നേരം വൈകിയിട്ടില്ല. നദിയിലെ മലിനജലം കുടിച്ച് ഗ്രാമം മുഴുവൻ രോഗം ബാധിക്കുകയാണ്. നദിയെ സംരക്ഷിക്കേണ്ടത് എത്ര പ്രധാനമാണെന്ന് ഞങ്ങൾക്ക് മനസ്സിലായി. ഇനി ഞങ്ങളും നിന്നോടൊപ്പം ഉണ്ടാകും ശ്രീയ. ശരി, എങ്കിൽ നമുക്ക് എല്ലാവർക്കും ചേർന്ന് ഒപ്പുശേഖരണ ക്യാമ്പയിൻ ആരംഭിക്കാം. നദിയെ രക്ഷിക്കൂ. പ്രധാനെങ്കിൽ ഇത് പിടിക്കൂ. എന്നിട്ട് നമ്മുടെ നദിയെ രക്ഷിക്കാൻ ഞങ്ങളെ സഹായിക്കൂ. ഇങ്ങുതാ മോളെ. ഫാക്ടറിക്ക് ചട്ടങ്ങൾ പാലിക്കാത്തതിന് പിഴ ചുമത്തുന്നു. ഒപ്പം തന്നെ നദിയിലെ മാലിന്യം വൃത്തിയാക്കാൻ യന്ത്രങ്ങൾ സ്ഥാപിക്കാനും അനുമതി നൽകിയിട്ടുണ്ട്. ഉത്തരവ് ലഭിച്ചയുടൻ ഫാക്ടറി ഉടമ ഗ്രാമത്തിൽ മലിനജലം വൃത്തിയാക്കാനുള്ള യന്ത്രം സ്ഥാപിച്ചു. പെട്ടെന്നു തന്നെ നദിയിൽ ഒഴുകുന്ന മാലിന്യങ്ങളും വൃത്തിയാക്കി. ഫാക്ടറി മാലിന്യങ്ങൾ ശരിയായി സംസ്കരിക്കുമെന്നും നദിയിലെ വെള്ളം മലിനമാക്കുകയില്ലെന്നും ഞങ്ങൾ വാഗ്ദാനം ചെയ്യുന്നു. അച്ഛാ, നോക്കൂ, നദി ശുദ്ധമായി. ഞാൻ നിന്നിൽ അഭിമാനിക്കുന്നു ശ്രീയ. നമ്മുടെ നദിയെ നീയാണ് രക്ഷിച്ചത്. നിങ്ങൾ ഇതുവരെ കേട്ടുകൊണ്ടിരുന്നത് NCERT അവതരിപ്പിച്ച പരിപാടി നദി രക്ഷപ്പെട്ടു. വിവർത്തനവും റെക്കോർഡിംഗ് സംവിധാനവും ക്ലാപ്പർ എന്റർടൈൻമെന്റ്. പ്രോഗ്രാം കോർഡിനേറ്റർ പ്രൊഫസർ ഉഷ ശർമ്മ. അക്കാഡമിക് സപ്പോർട്ട് യചന ഗുപ്ത.